പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച 15 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത NIA സാക്ഷികളുടെ മൊഴിയെടുത്തു. ഇതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രാദേശിക സഹായമില്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പഹൽഗാമിൽ ആക്രമണം നടത്താനാകില്ലെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആദ്യം മുതലുള്ള നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രാദേശിക സഹായം ലഭിച്ചുവെന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചത്. കശ്മീർ സ്വദേശികളായ 15 പേരിൽ 5 പേർ സംഭവ ദിവസം പഹൽഗാമിൽ ഉണ്ടായിരുന്നു. ഇതിൽ 3 പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ NIAയും ജമ്മു കശ്മീർ പോലീസും ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്തു വരികയാണ്. എല്ലാവിധ സഹായവും ഇവർ ഭീകരർക്ക് നൽകിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയതിനു പിന്നാലെ NIA അന്വേഷണം ഏറ്റെടുത്തു. ബൈസാരണിലെത്തിയ സംഘം സാക്ഷികളുടെ മൊഴിയെടുത്തു. കുതിരസവാരിക്കാർ, ബേൽപൂരി വിൽപ്പനക്കാർ എന്നിവരുടെ മൊഴി കേസിൽ നിർണായകമാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും NIA പരിശോധിക്കും. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു. ജമീൽ അഹമ്മദ് ഷീറിന്റെ ബന്ദിപോറയിലെ വീടും ജെയ്ഷ്-ഇ-മുഹമ്മദ് ഭീകരൻ ആമിർ നസീർ വാനിയുടെ പുൽവാമയിലുള്ള വീടുമാണ് തകർത്തത്. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 10 ആയി. അതിനിടെ തുടർച്ചയായ 3-ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. രാംപൂർ, നൌഗാം സെക്ടറിലായിരുന്നു പാക് പ്രകോപനം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ യുദ്ധഭീഷണി മുഴക്കുന്നതിനിടെ കരുത്ത് കാട്ടി നാവികസേന അറബിക്കടലിൽ ശക്തി പ്രകടനം നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകശ്മീരിൽ അതീവ ജാഗ്രത തുടരുന്നതിനിടെ കുപ്വാരയിൽ സാമൂഹ്യപ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. ഗുലാം റസൂൽ മാഗ്രേ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണം നടന്ന് 4 ദിവസം മാത്രം കഴിയുമ്പോഴാണ് സാമൂഹ്യപ്രവർത്തകന്റെ കൊലപാതകം.